വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതായത് സവാളയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ്. ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മട്ടൻ കറിയാണ്. അപ്പൊ മട്ടന്റെ ഞാൻ അധികം റെസിപ്പീസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് നല്ല കേരള മട്ടൻ കറിയുടെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അതിനുശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കണ്ടിട്ട് നാളേക്കുള്ള മെനു ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ പെരുന്നാൾ ആശംസകൾ. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് രുചികരമായിട്ടുള്ള കേരള സ്റ്റൈൽ മട്ടൻ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള അതേസമയം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മട്ടൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മട്ടൻ്റെ ബിരിയാണിയാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ മട്ടൻ വെച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മട്ടൻ്റെ ഫ്ലഷും അതുപോലെ തന്നെ 1/2 കിലോ എല്ലുമാണ്. എല്ലുണ്ടെങ്കിലാണ് മട്ടൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാ പറയാ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങിച്ചതാണ് എല്ല് ഗ്രീൻ പാർക്കിലത്തെ പിള്ളേരുടെ അടുത്ത്. അപ്പോൾ എല്ലോട് കൂടിയുള്ള മട്ടനാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. മീഡിയം സൈസായിട്ട് മുറിക്കുക, നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാനിപ്പോൾ വിനീഗർ ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുള്ള മട്ടൻ്റെ പീസസ് ആണ്. നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 10 ചെറിയുള്ളി. ഒരു ചെറിയുള്ളീനെ ഞാൻ ഹാഫായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്ന തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വാദ് കൂടും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ മീറ്റ് മസാല പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, എന്തൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ കേട്ടോ. അതെല്ലാം ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചാൽ മതി നൈസായിട്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ തരാം, നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മീറ്റ് മസാല, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മീറ്റ് മസാലയുടെ പകുതി, അതായത് 2 ടീസ്പൂൺ മീറ്റ് മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. അതിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇപ്പം തൽക്കാലത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം മട്ടൻ്റെ പീസസ് ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മട്ടൻ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. 20 മിനിറ്റെങ്കിലും മിനിമം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി ഇതിലോട്ട് പിടിക്കും. സമയമില്ലെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്കിതിലേക്ക് മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാല വേറെ വരും കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഈ മട്ടൻ ഒന്ന് ഹാഫ് കുക്ക് ചെയ്യാൻ വേണ്ടി കണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമുക്കിത് കുക്ക് ചെയ്യണം വേറെ മസാലയിലിട്ടിട്ട്. ഇതിൽ നമുക്കിനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വിസിൽ കേട്ടോ. അത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ തുടങ്ങണം. അപ്പോൾ വെള്ളം ഒഴിക്കട്ടെ ഞാൻ ഇതിലോട്ട്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. നമ്മുടെ മട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങണം. ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക, മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്യുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതേസമയം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 6 വലിയ അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്, ഒരു 3 പച്ചമുളകും 1 ഉണ്ടമുളകും നൈസാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ ഉണ്ടമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ 5 പച്ചമുളക് എടുത്തോളൂ. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാൻ മറക്കരുത്. ഇതൊന്ന് ആയതിനു ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇന്ന് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് സവാള 3 എടുത്തിട്ടുണ്ട്. അതേസമയം അത്ര സവാള വേണ്ടെങ്കിൽ 2 സവാള മതിയാകും. 3 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ചതച്ച പെരുംജീരകം. 1 ടീസ്പൂൺ പെരുംജീരകം എടുക്കുക, നന്നായി ചതയ്ക്കുക. അതിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ പകുതി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 ചെറിയുള്ളിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലോട്ട് മാറും. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകാണ്. അപ്പോൾ കുറച്ചും കൂടെ കുരുമുളക് വേണം, അത് ലാസ്റ്റ്. പെരുംജീരകവും കുരുമുളകും അവസാനത്തേക്ക് നമുക്ക് കുറച്ചെടുത്ത് വെക്കണം. ഇത് ഇനി ഗോൾഡ് കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പ്രൊസീജിയർ കാണാം. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കണം. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ആസ് യൂഷ്വൽ മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ അപ്പുറത്തെ കുക്കർ ഓഫ് ചെയ്യാം വിസിൽ വരുമ്പോൾ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് ഡ്രൈ, അതായത് മൊത്തത്തിലുള്ള മുളക് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചിരിക്കുന്ന പൊടിയാണ്. അല്ലെങ്കിൽ സാധാരണ കാശ്മീരി മുളക് പൊടി വാങ്ങിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കാം. പിന്നെ നോക്കിയിട്ട് എരിവ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മുളക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മതി. മിക്സ് ചെയ്യുക. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ അതങ്ങ് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റണം. ഇപ്പോൾ ലോ ഫ്ലെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. പൊടിച്ച മീറ്റ് മസാലയുടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതിയാവും. 1 ടീസ്പൂൺ പൊടിച്ച മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. കണ്ടിന്യൂസ് ആയിട്ട് ഇത് 2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി പാടില്ല ഈ കറിക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ 1 കിലോ മട്ടന് 1.5 ചെറിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 മതി. അത് അധികം പുളിയില്ലാത്തതായതുകൊണ്ട് 1.5 തക്കാളി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഈ തക്കാളി നല്ല ഉടഞ്ഞ് ഇതിൽ നിന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കിതങ്ങ് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നില്ല. ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് കുക്കാവട്ടെ. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലതായിട്ട് കുക്കാവണം. ഈ സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് ചേർന്നിരിക്കുന്ന ഒരു പരിവാവണേ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മസാല വാട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മുഴുവനും വെള്ളത്തിലാവുന്നതുകൊണ്ട് എപ്പോഴും ചെറിയ തീയിലിട്ടതിന് ശേഷം മാത്രമേ മസാലപ്പൊടികൾ വാട്ടിയെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നേരത്തെ 2 വിസിൽ വെച്ചിരുന്ന മട്ടൻ്റെ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 3/4 ഭാഗം അത് കുക്കായിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി കുറച്ചും കൂടെ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളമല്ല. നമ്മളെപ്പോഴും ഗ്രേവിയിൽ ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമണം വരും. അത് പിന്നെ കുറേ നേരം പിടിക്കും അതൊക്കെ മാറിക്കിട്ടാൻ. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ കുക്കറിലത്തെ ബാക്കിയുള്ള അംശങ്ങളും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് 2 വിസിൽ കൊണ്ട് 3/4 ഭാഗം മട്ടൺ കുക്കായിട്ടുണ്ട്. മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇത് നന്നായി കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് വെച്ച് എണ്ണ തെളിയുന്ന വരതങ്ങ് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ എത്ര ചാറ് വേണമെന്നനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ. ഇനി മീഡിയം ചൂട് തന്നെ, ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണും കൂടെ. എരിവ് കുറവാണെന്ന് പറഞ്ഞു ഇവിടെ ടേസ്റ്റ് ചെയ്തവർ. അപ്പോൾ അതുകൊണ്ട് ഇനി എരിവ് കുറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് പാടില്ലല്ലോ. അപ്പോൾ മൊത്തം 1.25 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വേണം നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്ന് എണ്ണ തെളിയാൻ വിടാൻ. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട്. 2 വിസിലെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കുക്കായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഞാൻ വേവിച്ചു. ഇനി നമുക്ക് തുറന്ന് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും ഒക്കെ നോക്കിയിട്ട് എരിവൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ എണ്ണ തെളിയാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ എണ്ണ തെളിയട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൻ നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ
ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂണോളം വരുന്ന പെരുംജീരകത്തിൻ്റെ പൊടി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കിയുള്ള മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക്. പിന്നെ അവസാനമായിട്ട് വേറെ 2 ഐറ്റം കൂടി ഉണ്ട്. അതായത് നമ്മുടെ പച്ചമുളക് 2 എണ്ണം ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക. ചെറിയ പച്ചമുളകാണ് കേട്ടോ, ഒരു പച്ചമുളക് എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതും പൊറോട്ട ഉണ്ടെങ്കിൽ ബേഷായില്ലേ. മട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇച്ചിരി ചാറ് വേണ്ടി വരും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അതങ്ങ് ആകെ വറ്റി പോകും. അപ്പം ഞാനിപ്പോൾ ഒരു ഇതിലേക്ക് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നന്നായി തിളച്ചതിന് ശേഷം ഉള്ളി കാഴ്ച ഒഴിക്കുക. ഉള്ളി കാഴ്ച ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളി കാഴ്ച ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പോൾ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ഉള്ളി കാച്ചണം എന്നുള്ളവർ ഈ അടുത്ത സ്റ്റെപ്പും കൂടെ അങ്ങ് ചെയ്യാം. അത്രേ ഉള്ളൂ. നന്നായി തിളക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പിൽ നിന്ന് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചെറിയുള്ളി കാച്ചി ഒഴിക്കാം. അതിനുവേണ്ടി നമുക്കൊരു സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ടൊരു 10 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ മീഡിയം തീയിലിട്ടതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മട്ടൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കുക ഒരു 5 മിനിറ്റ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കുകയെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന മട്ടൻ ഇഷ്ടമുള്ള എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്താണ് വേണ്ടത് താല്പര്യം അതനുസരിച്ച് നിങ്ങൾ കഴിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്